ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊരു സവാള നീളത്തിലരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാള ഇട്ടതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ഇട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് മുളക് പൊടി, സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മാത്രം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ഒരു 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മുരിങ്ങയിലേക്കുള്ള ഉപ്പ് നമുക്ക് അവസാനം ഇട്ടാൽ മതി. ഈ സമയം നമുക്ക് ഒരു 4 കോഴിമുട്ട ചിക്കി പൊരിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലേക്കൊന്ന് ചുങ്ങി അതിൻ്റെ ആ ഒരു ലെവലായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനേക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു സൈഡിലോട്ട് മാറ്റിയിടാം. എന്നിട്ട് ആ നടുക്കിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട്, ഇതെൻ്റെ ഒരു ടെക്നിക്കാണ്, വേറെ പാത്രം നമ്മൾ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്, അതിലോട്ട് ഈ മുട്ട ഇട്ടിട്ട് അതൊന്ന് ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ നടുക്കിലുള്ള ചെറിയ സ്പേസിൽ വെച്ച് തന്നെ അതൊന്ന് ചിക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സാക്കി ഇടാം. മുരിങ്ങയിലൊന്ന് ചുങ്ങി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തേങ്ങയും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. തേങ്ങ ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ തേങ്ങയുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ തേങ്ങയുള്ളതാണ് നല്ലത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്.